ഹായ് ഗായ്സ്, സാലൂസ് റിയാലിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു നാട്ടുവൈദ്യൻ്റെ അടുത്തേക്കാണ്. അതായത് മൂവാറ്റുപുഴ ഭാഗത്താണ് വീട്. മൂവാറ്റുപുഴ എത്തുന്ന മുമ്പാണ് അവിടെ ഒരു നാട്ടുവൈദ്യൻ, മണിവൈദ്യൻ എന്ന് പറഞ്ഞ ഒരു നാട്ടുവൈദ്യനുണ്ട്. അവർ 2000 മരുന്നുകളെ കുറിച്ചിട്ടുള്ള അറിവുകളുമുണ്ട്. പിന്നെ അത് കൂടാണ്ട് പല അസുഖങ്ങളും അവർ മാറ്റിയിട്ടുണ്ടെന്നാണ് കേട്ടറിഞ്ഞത്. അപ്പോൾ ആ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. എന്തായാലും ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാതെ. അങ്ങനെ വൈദ്യൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വൈദ്യനും ഭാര്യയും മാത്രമാണ് ഉള്ളത്. ഒരു മകളുള്ളത് കല്യാണം കഴിച്ചു വിട്ടതാണ്. ഈ കുട്ടിക്ക് വെളുത്ത പുള്ളികളാണ് ശരീരത്തിൽ. ഈ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 മാസം ആ തൈലം ഉപയോഗിച്ചാൽ മുടി വളരും. ഈ വെള്ളപ്പുള്ളികളെല്ലാം മാറി നല്ല നല്ല ത്വക്ക് രോഗം മാറി നല്ലൊരു ശരീരം അവർക്ക് നല്ല രീതിയിൽ നടക്കുവാൻ, നല്ല ശോഭയോടുകൂടി ഇവർ നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ത് മരുന്ന് ചെയ്യണമെന്ന്. അത് അവർ ചെയ്ത് കഴിയുമ്പോൾ 3 മാസം ചെയ്ത് കഴിയുമ്പോൾ ഈ അസുഖം മാറും കേട്ടോ. ഇതാണ് അസുഖം. എന്താ ഈ വെള്ളപ്പാണ്ട് മാറിക്കോളും. ഇതാണ്, ഇത് മാറും കേട്ടോ. ഇത്തേന്റെ രോഗം നീർക്കെട്ട് കയറി കിടക്കുകയാണ്. ആ നീർക്കെട്ട് ഓരോടത്തും ഓരോ നീർക്കെട്ടുള്ള സ്ഥലത്തും ഞാൻ പിടിച്ചു നോക്കുമ്പോൾ ഭയങ്കര കട്ടിക്ക് നീർക്കെട്ട് കിടക്കുവാണ്. അത് ഒരു പ്രത്യേക ചികിത്സയാണ്. ഞാൻ കൈവിരൽ കൊണ്ട് കറക്കിയാണ് ആ ചികിത്സ ചെയ്യുന്നത്. അതിനെ തിരുമ്മിയും ചെയ്യും. ഇവർക്ക് എന്ത് രീതിക്കാണെങ്കിലും ഈ തേടെ അസുഖം മാറ്റി കൊടുക്കാം. അസുഖത്തിന് വേണ്ടി ഒരു കുപ്പി തൈലോ ഇത്തേക്ക് കൊടുക്കും. പിന്നെ ആട്ടിൻകാൽ എന്ന ഒരു മരുന്നുണ്ട്. ആ മരുന്ന് സൂപ്പ് വെച്ച് കഴിക്കുകയും ചെയ്യണം. എന്നെങ്കിലാണ് തടിയുള്ളവരുടെ തടി കൂടി കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ മരുന്ന് ഇവരെ പറിച്ച് കാണിച്ചിട്ടുണ്ട്. പറിച്ച് കൊടുത്തു വിടും. ഈ ഇത്തയും ഈ വന്നിരിക്കുന്ന ചേച്ചിയും കഴിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ട് പൂർണ്ണമായിട്ടും മാറും എന്നാണ് വിശ്വാസം. പൂർണ്ണമായിട്ടും മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. ഞാൻ പലർക്കും കൊടുത്ത് നീർക്കിട്ട് മാറ്റിയിട്ടുണ്ട്. ആട്ടുംകാല് എന്ന് പറഞ്ഞ മരുന്ന് ഇതാണ്. ഈ മരുന്നാണ് ഉപയോഗിക്കാൻ പറഞ്ഞത്. 1 മാസത്തോളം കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ മാറും, തടി കുറയും. പിന്നെ നമുക്ക് പുരട്ടാനുള്ള മരുന്നും കഴിച്ചാല് അല്ല കൊണ്ടുപോയി ഉപയോഗിച്ചാല് ഈ മരുന്ന് ഉണ്ടാക്കി കഴിച്ചാൽ ഇതാണ് ആട്ടുംകാല്. ഞാൻ വിചാരിച്ചത് വേറെയാണ്, പക്ഷെ ഇതാണ് ആട്ടുംകാല്. ട്രീറ്റ്മെന്റ് ഇവിടുന്ന് ഇപ്പോ കുറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി ചെറിയൊരു മാറ്റം വന്ന പോലെ ആശ്വാസം തോന്നുന്നുണ്ട്. ഇനി ബാക്കി വീട്ടിലെത്തുമ്പോഴും ഈ മരുന്ന് കഴിക്കുമ്പോഴും മാറുമെന്നുള്ള വിശ്വാസം. എനിക്ക് വെരിക്കോസ് ആണ്, 2 കാലിനും വെരിക്കോസ് വെയിൻ ഉണ്ട്. അത് മാറ്റി തരാമെന്നാണ് വൈദ്യര് പറഞ്ഞത്. അവർ മരുന്ന് തന്നാൽ അത് മാറി കിട്ടുമെന്ന് ഞാനും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്തായാലും ഇവരൊക്കെ കൊണ്ടുപോയ സ്ഥിതിക്ക് ഞാനും ചെറിയൊരു ഉഴിച്ചിലൊക്കെ നടത്തിച്ചു. എൻ്റെ കാലിനും വൈദ്യന് തൈലൊക്കെ ഇട്ടു. മേലെ കാല് മാത്രമല്ല ശരീരം മൊത്തം കോയമ്പൊക്കെ തേച്ച് ഒഴിഞ്ഞു തന്നു. അങ്ങനെ അതും ചെയ്തു. ബാക്കി വൈദ്യം പറയുന്ന കേൾക്കാം. ഇവർ കോഴിക്കോട് നിന്ന് കാറെടുത്ത് എൻ്റെ ഭവനത്തിൽ വന്നു. ഇവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുകയും അവർക്ക് ആശ്വാസം വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടാതെ ഈ സഹോദരിക്ക് വെരിക്കോസിൻ്റെ അസുഖമുണ്ട്. ആ അസുഖം മാറ്റി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തയ്ക്കാണെങ്കിലും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇവർക്കെല്ലാവർക്കും മാറ്റണം. ഈ സഹോദരനാണെങ്കിൽ കാല് നിവരില്ല. അതൊന്ന് മാറ്റി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് ചെയ്തു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാനത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. അവിടെ വന്നിട്ടായാലും ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. നല്ല നല്ല ചികിത്സകളുണ്ട്. എന്നിൽ അറിയാവുന്ന ആർക്കും എന്തും ചെയ്തു കൊടുക്കും. ഇത്രയും നല്ല
ഒരു ബന്ധം വന്നതിൽ സന്തോഷം ഈശ്വരനിൽ സമർപ്പിക്കുന്നു. മൂവാറ്റുപുഴ താലൂക്കിൽ പാമ്പാക്കുട പഞ്ചായത്തിൽ മേമുറി എന്ന സ്ഥലത്ത് കക്കാട്ടേൽ വീട്ടിൽ മണി KK നാട്ടുവൈദ്യം, നാടൻ മരുന്ന്, നാട്ടറിവും എന്ന പരിപാടി സ്ഥിരമായി ചെയ്യാറുണ്ട്. എനിക്ക് 2000 മരുന്നിൻ്റെ പണിയുണ്ട്. വെരിക്കോസ്, വിട്ടുമാറ, തലവേദന, പൈറസ്, ഹെർണിയ, ഇങ്ങനെ കുറേ അസുഖങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല രീതിക്ക്, കാരണം സാമ്പത്തികമല്ല, ഒരു രോഗി വന്നാൽ ആ രോഗിക്ക് എങ്ങനെ പെരുമാറണം, സാമ്പത്തികം അവർക്കും വണ്ടിക്കൂലി ഇല്ലെങ്കിലും ഞാൻ കൊടുത്തു വിടാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്രയും ഇവിടെ വന്നതിന് സന്തോഷത്തോടു കൂടി അവരെ ഞാൻ ഇവിടുന്ന് ചെയ്യാവുന്ന ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നതിന് എൻ്റെ വക സന്തോഷം പങ്കിടുന്നു. ദൈവമേ രക്ഷിക്കണം. 40 കൂട്ടം മരുന്ന് ചേർത്ത് കാച്ചുന്ന ഒരു തൈലമാണ്. നമുക്ക് തിളച്ച് നിൽക്കുമ്പോൾ കോരി നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും പറ്റി തിരുമ്മിയാൽ ഏത് വേദനയും മാറും, ഷുഗറും കുറയും കേട്ടോ. എല്ലാത്തിനും കൊള്ളാവുന്നതാണ് ഇത്. ഇത്ര നമ്മള് ഈ 40 കൂട്ടം മരുന്ന് എത്ര മലയിൽ പോകണമെന്നറിയോ? അത് നമ്മൾ തന്നെ പറിച്ചുകൊണ്ടുവന്നാണ് ഇത് കൈകാര്യം ചെയ്യണം കേട്ടോ. നമുക്ക് തിളച്ച് നിൽക്കുമ്പോ ഈ എണ്ണ കോരി തിരുമ്മിക്കഴിഞ്ഞാൽ ഇത്രയുടെ വേദനയൊക്കെ മാറി കേട്ടോ. തിളച്ച് നിൽക്കുമ്പോ വീണ്ടും ചൂടാക്കാൻ പറ്റുമോ? ഇനിയും ചൂടാക്കാം. ചെറിയ ചൂടാക്കാം കേട്ടോ, ചെറിയ ചൂടാക്കാം. ഇത് തൈലം തേച്ചാൽ ഒക്കെ ഷുഗർ മരമാണ്. ഷുഗറിന് നല്ല ആട്ടോ. പിന്നെ ഇങ്ങനെ ഒരു കെട്ട് ആദ്യം കണ്ടപ്പോൾ, ഞങ്ങൾ കയറി വന്ന സമയത്ത് കണ്ടപ്പം വിചാരിച്ചു എന്തെങ്കിലും ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് എന്തെങ്കിലും സൗകര്യങ്ങളായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് വൈദ്യന് രാത്രി കിടന്നുറങ്ങുന്ന സ്ഥലമാണ്, വീട്ടിൻ്റെ ഉള്ളിൽ കിടക്കാറില്ല എന്നാണ് പറഞ്ഞത്. വീട്ടിൻ്റെ പുറത്ത്, അതായത് കൊലായിക്ക് പുറത്ത് മുറ്റത്താണ് സംഭവമുള്ളത്. ഇവിടെയാണ് വൈദ്യന് രാത്രി ഉറങ്ങാറുള്ളത്. കൊതുക് വല എല്ലാ സെറ്റപ്പും ഇതിൻ്റെ ഉള്ളിലുണ്ട് മൂപ്പർക്ക് വേണ്ട. ഫാൻ ഒഴികെ, ഫാനിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. നല്ല തണുപ്പായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വൈദ്യൻ പറഞ്ഞതെല്ലാം കേട്ടല്ലോ എല്ലാവരും. അപ്പോൾ അങ്ങനെ വൈദ്യന് ഞങ്ങൾക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കാനുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ആട്ടിൻകാൽ പറഞ്ഞിട്ടുള്ള സാധനം, അതൊരു കിഴങ്ങ് വർഗ്ഗമാണ്. അതുപയോഗിച്ചിട്ട് ഓരോരുത്തർക്ക് ഉണ്ടാക്കാനുണ്ട്. പിന്നെ വേറെ എണ്ണകൾ ഉണ്ടാക്കാനുണ്ട്. എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേ എണ്ണകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. സയാന കഥ കാറിൽ ആയാസമായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് അടിക്കുക. ഓക്കെ, ബൈ.